ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഞങ്ങൾ ഇനി സംഘി ഖാൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അത്തരം വിളികൾ വന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം, ഐ വാണ്ട് സപ്രണൈസേഷൻ ഓഫ് കേരള. അതിൻ്റെ മലയാളം എന്താണ്? കേരളത്തെ കാവ്യവൽക്കരിക്കുക എന്നതാണ് എൻ്റെ അജണ്ട. ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, സെക്കുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ കേരളത്തിലെ ഗവർണറായിട്ട് രാജ്ഭവനിൽ വാഴുന്ന അദ്ദേഹം പറയുകയാണ്, സപ്രണൈസേഷനാണ് ഓഫ് കേരളയാണ് എൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു സംഖ്യയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ഭരണഘടനാ പദവി ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയാവുന്ന വാചകമാണോ അതെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സംഘി ഖാൻ എന്നാണ് ഇനി വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ മഹാരാഷ്ട്ര കേസ് വരുന്നെങ്കിൽ വരട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഈ പറയുന്നത്, അല്ലാതെ ഞങ്ങളുടെ ഒരു 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 കോട്ടൊന്നും അല്ലത് എന്ന് ദയവായിട്ട് ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചാനലിൻ്റെ ഇതല്ല എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാൻസലറാണ്. ഓക്കെ, അദ്ദേഹം എന്തിനാണ് കോഴിക്കോട്ട് വന്നത്? പാണക്കാട് കുടുംബത്തിലെ ഒരു 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 വിവാഹത്തിൽ, കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നു. ഒരു സ്വകാര്യ ചടങ്ങിന് വന്നിടത്ത് അദ്ദേഹം ആദ്യം റൂം ബുക്ക് ചെയ്തത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. SFI പ്രതിഷേധം കണ്ടിട്ട് പുള്ളി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നേരെ താമസം എവിടേക്ക് മാറ്റി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേഞ്ഞിപ്പലത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു ആള് ഗവർണറല്ലേ, അപ്പം തട്ടിക്കുട്ടി വേറെ 2 പരിപാടിയുടെ വേണ്ടേ? അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. അത് സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ. അതിൻ്റെ മുഖ്യ പ്രഭാഷകൻ സംഘി ഖാൻ. അപ്പോൾ ഇദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ഒരു മീഡിയയും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് ഭരണഘടനാ പ്രകാരം. അവിടെയാണ് ഒരു ഗവർണർ വന്ന് സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ സനാതന ധർമ്മം എന്താണ്? അപ്പം അവിടെ അദ്ദേഹം കോട്ട് ചെയ്തത് ഭാരതീയ വിചാര കേന്ദ്ര ഡയറക്ടർ P. പരമേശ്വരൻ എഴുതിയൊരു പുസ്തകം. അതിൻ്റെ ടൈറ്റില് നാരായണ ഗുരു, കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, പ്രവാചകൻ, അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ശ്രീനാരായണ ഗുരു ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്ന വേറെ ഒട്ടേറെ സാഹിത്യം ബുക്കുകളുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും. അദ്ദേഹത്തിന് മലയാളം അറിയില്ല, ഇംഗ്ലീഷിലുമുണ്ട്. ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വായിച്ചിട്ടായിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നത്. P. പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ജ്ഞാനി, അതായത് ഹിന്ദുത്വ വിഭാഗത്തിലെ ഏറ്റവും വലിയ ഒരു ജ്ഞാനിയായിരുന്നു P. പരമേശ്വരൻ. അപ്പോൾ അദ്ദേഹം എഴുതിയ ഈ ഒരു പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസിക്കപ്പുറം ഒരു സംഘപരിവാർ സന്യാസിയാക്കി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു പുസ്തകത്തെ നോക്കിയിട്ട് വായിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. അപ്പം അജണ്ട എന്താണെന്ന് മനസ്സിലായല്ലോ. സംഘി ഖാൻ്റെ അജണ്ട എന്തായിരുന്നു? ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന സംഘി ഖാൻ്റെ അജണ്ട കേരളത്തിൽ വന്നിട്ട് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ട് അതിൻ്റെ മറവിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ആൾക്കാരുണ്ടല്ലോ, ഭാരതീയ വിചാര കേന്ദ്രവും. എന്നിട്ട് അവിടെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി P. പരമേശ്വരൻ എഴുതിയ പുസ്തകം മാത്രം കോട്ട് ചെയ്തിട്ട് സംസാരിക്കും. ശ്രീനാരായണ ഗുരുവിനെ പറ്റി എത്രയോ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടായിരിക്കുന്നു. അതൊന്നും വായിച്ചു നോക്കിയില്ലല്ലോ. വായിച്ചു നോക്കിയിട്ടാണോ അദ്ദേഹം വന്നത്? അതിൻ്റെ ലിസ്റ്റ് ഞങ്ങളിപ്പോൾ പറയുന്നില്ല, അത് വേറൊരു വീഡിയോയിൽ പറയാം. കാരണം ഇത് പറഞ്ഞ വളരെ നീണ്ടുപോകും, അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ ഇത് പൊളിറ്റിക്സ് ആണ്, അതുകൊണ്ട് അതിലേക്ക് ഒതുക്കുകയാണ്, തൽക്കാലം ഒതുക്കുകയാണ്. മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇദ്ദേഹം എന്താ ചെയ്തത്? അവിടുന്ന് പിറ്റേന്ന് ഇറങ്ങി SFIയുടെ വൻ പ്രതിഷേധം, പ്രോട്ടോകോൾ ലംഘിച്ച് അദ്ദേഹം ഒരു മുന്നറിയിപ്പും പോലീസിന് കൊടുക്കാതെ നേരെ മിഠായി തെരുവിലേക്ക് പോവുക. ഈ ബുദ്ധി ആര് പറഞ്ഞു കൊടുത്തു? മിഠായി തെരുവിൽ ഒന്ന് പോയിട്ട് ഒരു ലോ ആൻഡ് ഓർഡർ, ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കടലാസി ഒരു വർത്തമാന പത്രം ചുരുട്ടി എറിഞ്ഞാൽ അവിടെ സംഭവം മാറിപ്പോകും. ഇവിടെ
സംഘിഖാൻ എന്ന ഗവർണർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രോട്ടോകോൾ ലംഘിച്ചിട്ട് പേട്ടയിൽ കണ്ടതുപോലെ, എയർപോർട്ടിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ മിഠായി തെരുവിലേക്ക് പോവുകയാണ്. അപ്പം മിഠായി തെരുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനുള്ള ബുദ്ധി സംഘിഖാന് പറഞ്ഞു കൊടുത്ത സംഘികൾ ആരാണെന്ന് ഊഹിച്ചാൽ മതി. പക്ഷെ അവിടെ പോയിട്ടും ഒന്നും സംഭവിച്ചില്ല. ആരെങ്കിലും ഒരു പേപ്പർ ചുരുട്ടി എറിഞ്ഞാൽ അവിടെ പ്രശ്നമാകുമായിരുന്നു. അതാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആരും അദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയില്ല. അവർ സ്നേഹത്തോടെ പെരുമാറി. മിഠായി തെരുവിൻ്റെ ചരിത്രം നമ്മളറിയണം. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരമാണിത്. അപ്പോൾ സംഘിക്കാൻ ആഗ്രഹിച്ചൊന്നും അവിടെ നടന്നില്ല. പിന്നെ പിള്ളേരെ പൊക്കിയെടുക്കുന്നു, സ്നേഹിക്കുന്നു, ഹൽവ കഴിക്കുന്നു, പോകുന്നു. ഡ്രാമ വിജയിച്ചില്ല. അതിൻ്റെ നിരാശ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടാവും. പോലീസ് പിന്നാലെ 1000 പോലീസുകാരെയാണ് അവിടെ നിയോഗിച്ചിരുന്നത്. കാരണം കേരളത്തിൻ്റെ ഗവർണറാണ്. ആ പദവിയെ നമ്മൾ മാനിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവൻ പ്രധാനമാണ്, സംരക്ഷിക്കണം. പക്ഷെ പുള്ളി എന്താ കാണിച്ചത്? സംഘിക്കാൻ കാണിച്ചെന്നാണ്. ഇത്രയും ചീപ്നെസ് കാണിക്കുന്ന ഒരു ഗവർണർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് മിഠായി തെരുവിൻ്റെ നീളം എത്രയാണ്? 2 കിലോമീറ്റർ. മിഠായി തെരുവ് എങ്ങനെയാണ് ഉണ്ടായത്? ഈ സീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. സീറ്റ് മീറ്റ് സ്ട്രീറ്റ്, അതാണ് SM സ്ട്രീറ്റ് ആയിട്ട് ചുരുങ്ങിയത്. അതിൻ്റെ മലയാളമാണ് മിഠായി തെരുവ്. അതായത് സാമൂതിരികളുടെ ഭരണകാലത്ത് ഗുജറാത്തികൾ പലരും വന്നു, വിദേശികൾ വന്നു. ഗുജറാത്തിൽ നിന്ന് ബിസിനസ്സുകാർ വന്നു, ട്രേഡേഴ്സ് വന്നു. അവർക്ക് കടകൾ തുടങ്ങാനുള്ള അനുമതി മിഠായി തെരുവിന് തൊട്ടടുത്തുള്ള സാമൂതിരിയുടെ കൊട്ടാരം തൊട്ടടുത്താണ്, പാളയത്തിന് അടുത്താണ്, പാളയം മാർക്കറ്റിനടുത്താണ്. ഇന്നത്തെ പാളയം മാർക്കറ്റ് കോഴിക്കോട്ടെ. അപ്പോൾ വരുന്നവരെയെല്ലാം സ്വീകരിക്കുന്ന ഒരു വലിയ ആതിഥ്യ മര്യാദ കാണിച്ച ഒരു രാജവംശമാണ് സാമൂതിരികൾ, കോഴിക്കോട്ടെ സാമൂതിരികൾ. ഗുജറാത്തിൽ നിന്ന് വന്ന ട്രേഡേഴ്സിനൊക്കെ കൃത്യമായിട്ട് കടകൾ തുടങ്ങാനും ബേക്കറി, സ്വീറ്റ്സ്, പലഹാരങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സാമൂതിരി ചെയ്തു കൊടുത്തിട്ട് അവരവിടെ ബിസിനസ്സുകൾ ചെയ്തു. അപ്പോൾ അവിടെ ഹൽവ ഉണ്ടാക്കാൻ ബേക്കറികൾ വന്നു. പിന്നെ ചിപ്സ്, നമ്മുടെ നേന്ത്രക്കായുടെ ചിപ്സ്, ഇത് കേരളത്തിൻ്റെ ഒരു തനത് ഇതായിട്ടങ്ങ് മാറി. കോഴിക്കോടൻ ഹൽവ, കോഴിക്കോടൻ ചിപ്സ്, ഈ 2 പ്രൊഡക്റ്റുകൾ. പിന്നെ അനുബന്ധ മറ്റുൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ. 100 വർഷം പഴക്കമുള്ള ബേക്കറികളും സ്ഥാപനങ്ങളും അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ പേരുകൾ പറഞ്ഞാൽ ഈ വീഡിയോ നീട്ടുപോകും. ഞങ്ങളത് പിന്നീട് പറയാം. ഒരു പേര് മാത്രം പറയാം, ശങ്കരൻ ബേക്കറി. SM സ്ട്രീറ്റിലെ മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറി 100 കൊല്ലത്തെ പാരമ്പര്യം പറയുന്ന ഒരു ബേക്കറി. അതുപോലെ പല സ്ഥാപനങ്ങളും വേറെയുണ്ട്. അവിടെ ഇപ്പോഴും കോഴിക്കോട് പോയിട്ട് ആ മിഠായി തെരുവ് കൂടെ നടന്നിട്ട്, ഇത് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല മിഠായി തെരുവിൽ, ഈ 2 കിലോമീറ്റർ നടന്നു പോയിട്ട് ഷോപ്പിങ്ങിന് പോകണം. ഇപ്പം ശങ്കരൻ ബേക്കറിയിൽ നിന്ന് നിങ്ങളൊരു ഹൽവ പലതരമുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ ഹൽവയുണ്ട്, പിന്നെ മുന്തിരിയുടെ ഹൽവയുണ്ട്, പ്ലെയിൻ ഹൽവയുണ്ട്. ഹൽവ തന്നെ എത്ര വിധമാണ്. അതാണ് കോഴിക്കോടൻ ഹൽവയുടെ മഹാത്മ്യം. ശങ്കരൻ ബേക്കറി പോയിട്ട് 1 കിലോ ഹൽവ വാങ്ങുക, 1 കിലോ ചിപ്സ് വാങ്ങുക. അത് അതിൻ്റെ രുചിഭേദം, അതാണ് കോഴിക്കോടിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന നോവൽ എഴുതിയ SK പൊറ്റക്കാടിനെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘിഖാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ, എക്കാലത്തെയും വലിയ ഒരു എഴുത്തുകാരൻ, സാഹിത്യകാരനായിരുന്ന SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ, അത് മിഠായി തെരുവിൻ്റെ കഥയാണ്. പിന്നെ ഒരു ദേശത്തിൻ്റെ കഥ, അത് കോഴിക്കോട് ഇപ്പോഴത്തെ നഗരത്തിൻ്റെ കഥയാണ്. ഒരു ദേശത്തിൻ്റെ കഥ. ഇതൊക്കെ സംഘിഖാൻ വായിച്ചിട്ടുണ്ട്, അല്ലെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സംഘികളോട് ഇവിടുത്തെ ഇതെന്തൊക്കെയാണെന്ന്? എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഈ ഒരു നാടകം കാണിക്കുന്നു. ഞങ്ങൾ ഇതധികം നീട്ടുന്നില്ല, കാരണം ഇതെല്ലാം പറയണമെങ്കിൽ കുറേ സമയമെടുക്കും. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കോഴിക്കോട് നഗരത്തിലെ SM സ്ട്രീറ്റിൽ ഇടയ്ക്കൊരു തീപിടുത്തം ഉണ്ടായി. കുറച്ച് നാൾ മുമ്പ്, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കുറേ കത്തി നശിച്ചു. പഴയ കടകളൊക്കെ കത്തി നശിച്ചു. അത് പുനർനിർമ്മിക്കേണ്ടി വന്നു.
അതിന് വഴിയൊരുക്കിയത് ഒന്നാം പിണറായി സർക്കാരാണെന്ന് മറന്നുപോകരുത്. നിങ്ങളിപ്പോൾ നടന്നു പോയല്ലോ അതുവഴി സ്ട്രീറ്റിലൂടെ, മിഠായിത്തെരുവിലൂടെ. പുതിയ കമാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ മിഠായിത്തെരുവിനെ നവീകരിച്ച ആ വഴിയിലൂടെ താങ്കൾ ഗവർണർ നടന്നു പോയല്ലോ. അതാരാ പുനർനിർമ്മിച്ചത്? 3.64 കോടി, അതായത് 3.5 കോടിയിലധികം രൂപ കൊണ്ട് പിണറായി സർക്കാരാണ് അതിനെ പുനർനിർമ്മിച്ചത്. മറന്നുപോയത്. ആ വഴിയിലൂടെയാണ് നിങ്ങൾ നടന്നിട്ട് ഇന്ന് നിങ്ങൾ ഇന്നലെ കുട്ടികളെ എടുത്തു, ലാളിച്ചു, നിങ്ങൾ ഹൽവ കഴിച്ചു, നിങ്ങൾ ജനങ്ങൾക്ക് ഹൽവ കൊടുത്തു. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവരെല്ലാം നിങ്ങളെ സ്നേഹിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾ ഗവർണർ പറഞ്ഞല്ലോ, കേരള പോലീസ് മികച്ച പോലീസാണ്, പക്ഷെ നിയന്ത്രിക്കുന്നത് ശരിയല്ല. അവിടെ കുത്തിത്തിരിപ്പ് ബാക്കിയിരിക്കുക. കേരള പോലീസ് കൊള്ളാം, പക്ഷേ നിയന്ത്രിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി. അത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. അത് ശരിയല്ല. അത് ഞാൻ അംഗീകരിക്കത്തില്ല. തനി സംഘിയായിട്ട് അധപ്പതിച്ചു പോയ ഒരു ഗവർണർ, അദ്ദേഹം മിഠായി തെരുവിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി, ക്രമസമാധാന പ്രശ്നം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കയ്യോടെ സ്വീകരിച്ചു. മിഠായി തെരുവിലേക്ക് വന്ന അവിടുത്തെ കോഴിക്കോട്ടെ ജനങ്ങൾ, അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ നേർക്ക് ഒരു പേപ്പർ പൊതിഞ്ഞു പോലും അവരറിഞ്ഞില്ല. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം, മലബാറിൻ്റെ സംസ്കാരം, കോഴിക്കോടിൻ്റെ സംസ്കാരം, മിഠായി തെരുവിൻ്റെ സംസ്കാരം. അതാണ്. യു ആർ റോങ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചിട്ട് വന്നിട്ട് കോഴിക്കോട്ട് വന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഇല്ലല്ലോ. ഇതാണ് കേരളം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി നിങ്ങൾ പഠിച്ച് നല്ല വിവരമുള്ള ആളാണ്. അത് നിങ്ങൾക്ക് എന്താ ഇല്ലാണ്ട് പോയത്? എന്നിട്ട് പിന്നീട് അതിൽ നിന്ന് ഊരാൻ വേണ്ടി ഓരോരോ പ്രസ്താവനകൾ അടുത്തത് വന്നു. കാരണം എന്താണെന്നുള്ളത്, കേരളം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഒന്നാം പിണറായി സർക്കാർ നവീകരിച്ച മിഠായി തെരുവിനെ പുതിയ ഫേസ് 1, ഫേസ് 2 വേറെ വരുന്നുണ്ട്. ആ നവീകരിച്ചത് 2017 ഡിസംബർ 23 പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സംഘിക്കാൻ ഒന്ന് നോക്കുക, പഴയ ചരിത്രം. അവിടെയാണ് നിങ്ങൾ പോയി ഷോ കാണിച്ചത്. മനസ്സിലാക്കണം, സംഘിക്കാൻ ഇതും അറിഞ്ഞിരിക്കണം. നിങ്ങളെ ഇതിന് ഉപദേശിച്ചത് ആരാണ്? അത് സംഘികൾ തന്നെ. സംഘി എപ്പോഴും സംഘി തന്നെയാണ്. സംഘിക്ക് വിവരമുണ്ടാവില്ല, വിവരക്കേടുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന മിഠായി തെരുവിലെ ഈ സംഭവം. ഇതിൻ്റെ ബാക്കി ചരിത്രം ഇനി കുറെ പറയാനുണ്ട്, അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. അത് പിന്നെ ഇദ്ദേഹം ചെയ്ത സനാതനധർമ്മ പ്രസംഗം, നാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? പി പരമേശ്വരൻ എഴുതിയ പുസ്തകം മാത്രം വെച്ചിട്ട് നാരായണ ഗുരുവിനെ വിലയിരുത്താൻ വരികയാണ്. നാരായണ ഗുരുവിനെ ഒരു സംഘ്യ സന്യാസിയാക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് പി പരമേശ്വരന്റെ ഈ പുസ്തകം. നാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ പുസ്തകം നാരായണ ഗുരുവിനെ ഒരു സംഘ്യ സന്യാസിയാക്കി മാറ്റാൻ വേണ്ടി കരുതിക്കുട്ടി എഴുതിയ പുസ്തകമാണെന്ന് ഞങ്ങൾ പറയുന്നതിൽ ആരും ഖേദിക്കരുത്. അതിൻ്റെ ബാക്കി തെളിവുകൾ ഞങ്ങൾ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. ആ ബുക്ക് മാത്രം വായിച്ചിട്ട് വന്നിട്ട് ഒരു പ്രഭാഷണം, സംഘിക്കാൻ്റെ പ്രഭാഷണം, ഒരൊറ്റ മീഡിയ പോലും അത് കവർ ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തത് നിങ്ങൾ? അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്താ വിലയിരുത്തൽ ഉണ്ടാവാത്തത്? ഓക്കെ, SFIയുടെ പ്രതിഷേധത്തിൽ അതെല്ലാം മുങ്ങിപ്പോയി. പക്ഷെ ഞങ്ങളിത് ഉന്നയിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്, ഈ സംഘിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ് വന്നിട്ട് സനാതന പ്രസംഗം നടത്തിയത്, നാരായണ ഗുരുവിനെ കോട്ട് ചെയ്തിട്ട് നടത്തിയത് വളരെ മിസ്ലീഡിംഗ് ആണ്. അത് ഹിന്ദുത്വ അജണ്ട മാത്രമാണ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിന്നാലെ പറയാം.